ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു സൺറൈസ് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൺറൈസ് കാണാൻ പോകുന്നത് ചെങ്കര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഈ സ്ഥലം ഇടുക്കിയിലാണ്. ഇപ്പോൾ നിൽക്കുന്ന ഇടുക്കിയിലാണ്. നമ്മൾ ചെങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവാണ്. ഒരു കുരിശുമലയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴേ നല്ല അടിപൊളി മഞ്ഞാണ്. ക്യാമറയിലൊക്കെ മഞ്ഞുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതാണെങ്കിലും നല്ല അടിപൊളി മഞ്ഞാണ്. പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് പറ്റി. നമ്മുടെ ഫോഗ് ലാമ്പ് കത്തുന്നില്ല. സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അതുണ്ടായിരുന്നു കുറച്ചും കൂടെ വിസിബിളായിരുന്നു. ഇത് ഏകദേശം റോഡ് കാണാവുന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് പതുക്കെ പോകുന്നത്. നല്ല മഞ്ഞുണ്ട്. അപ്പം നമുക്ക് നല്ല വ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറയുടെ ലെൻസിൽ മഞ്ഞുണ്ടോ നിങ്ങൾക്ക് വല്ലതും കാണാവോ എന്നെനിക്കറിയില്ല. കാരണം ഒന്നും കാണത്തില്ല. മഞ്ഞുമാണ്, ഇരുട്ടുമാണ്. അതുകൊണ്ട് ഒന്നും കാണത്തില്ല. കുറച്ചങ്ങോട്ട് ചെന്നിട്ട് വല്ലതും മഞ്ഞുണ്ടോ നോക്കണം. ഈ ചെങ്കര കുമിളി അടുത്താണ്. കുമിളി ആ ഒരു ഏരിയയുടെ കുറച്ച് മാറി ഒരു 10-15 കിലോമീറ്റർ എങ്ങാണ്ട് മാറി ഇരിക്കുന്നൊരു സ്ഥലമാണ് ചെങ്കര. നമുക്ക് വഴി കാണാത്തതുകൊണ്ടും ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടും വളവിലൊക്കെ എങ്ങനെ അവസ്ഥ എന്ന് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് പതുക്കെ പോവാം. ഇവിടെ നമുക്ക് റൈറ്റിലേക്കാണ്. അതൊരു കുരിശുമലയാണ്. അപ്പം അങ്ങോട്ട് വണ്ടിയൊക്കെ കയറി പോകും. വണ്ടി അത്യാവശ്യം കാറുകളൊക്കെ ആണെങ്കിലും കയറി പകുതി വരെ പോകും. അതിന് കുറച്ചിടാൻ നടന്നു കഴിഞ്ഞാൽ വണ്ടി ചെല്ലും. അല്ലാതെ ജീപ്പൊക്കെ ആണെങ്കിൽ വണ്ടി ചെല്ലും. കാരണം 3/4 ഭാഗം കോൺക്രീറ്റാണ്. കുറച്ചിളകി കിടക്കുകയാണ്. അപ്പം നമുക്കിരിപ്പം ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ്. ഇതാണ് ചെങ്കര. ഇവിടെ നോക്കിയാൽ മല കാണാം, പക്ഷേ ഇപ്പം കാണാൻ പറ്റത്തില്ല. ഇപ്പം മഞ്ഞാണ്. മഞ്ഞ് കാരണം ഇപ്പം അത് കാണാൻ പറ്റത്തില്ല. അല്ലേ നമുക്കിവിടെ നോക്കിയാൽ അത് കാണാം. നമുക്കിവിടെ നോക്കിയാൽ മല കാണാമായിരുന്നു. മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല. നമുക്കിവിടുന്ന് മുകളിലേക്കാണ്. ഇങ്ങോട്ട് കയറാം. ഓക്കെ. നല്ലൊരു കുത്തിയേറ്റമാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ മഞ്ഞില്ല കേട്ടോ. താഴെയുള്ള മഞ്ഞ്. ഒന്നും മഞ്ഞില്ല. കാരണം ഇപ്പം തന്നെ നമ്മൾ അത്യാവശ്യം ഒരു ഹൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് അടുത്ത കയറ്റം.
നമുക്കൊരു അടിപൊളി വ്യൂ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവുകയാണ്. നമ്മൾ ഏകദേശം മുകളിലെത്തി. ഇനി ഇവിടെ നിന്നൊരു ലെഫ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാം വീണ്ടും ആൾക്കാർ താമസമൊക്കെ ഉള്ളത്. കാരണം വഴി ഇപ്പം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം ആൾക്കാരും താമസമൊക്കെ കൂടി. പണ്ട് ഇവിടെ വീടുകളൊക്കെ കുറവായിരുന്നു. പണ്ട് വഴി മോശമായിരുന്നു. വഴി ഫുള്ളി ഓഫ് റോഡായിരുന്നു. ഇപ്പോഴാണ് കോൺക്രീറ്റ് ചെയ്തത്. പണ്ട് ആ വഴി ഫുള്ളി ഓഫ് റോഡ് ആയിരുന്നു. അപ്പം ഇവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കും ഒരു ശല്യമില്ലാത്ത രീതിയിൽ ഇതിലേ പോയി. അപ്പം ഇവിടുന്നാണ് നമ്മുടെ റോഡ് തുടങ്ങുന്നത്. തുടങ്ങാന്ന് വെച്ചാൽ ഒത്തിരി ഒന്നുമില്ല, അവിടെ വരെ ഉള്ളൂ. അപ്പം ആരുമില്ല. ഇപ്പം ഇവിടെ ആരുമില്ല, നമ്മൾ തന്നെയുള്ളൂ. കുഴപ്പമില്ലാത്ത വ്യൂ ഇപ്പം തന്നെ. കുറച്ചും കൂടെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ ഇത് നല്ലൊരു വ്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെയാണ് കുരിശുമല വരുന്നത്. താഴോട്ട് പോയാലാണ് വ്യൂ പോയിന്റിലേക്ക്, അതായത് താഴത്തെ ആ ഒരു വ്യൂ കറക്റ്റ് കിട്ടുന്നു. വണ്ടി വെച്ചു. അപ്പം നമുക്ക് ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പം നമുക്ക് പയ്യെ താഴോട്ടിറങ്ങാം. സൂര്യൻ എവിടെ വരുന്നുണ്ടോ? കുറച്ചും കൂടെ മഞ്ഞിറങ്ങി മഞ്ഞ് ഫുള്ള് താഴേക്കാവും. അപ്പം കുറച്ചും കൂടെ നല്ലൊരു വ്യൂ കിട്ടും. നമുക്ക് ഏതായാലും ഇപ്പോൾ താഴേക്ക് പോയി നോക്കാം. ഓക്കെ, ഇതൊരു ടവർ പോലത്തെ ഒരു സാധനം ഇവിടെ ഉണ്ട്. പിന്നെ മണ്ടേ കയറിയാലും അത്യാവശ്യം ഒരു വ്യൂ കിട്ടും. നമുക്ക് താഴേക്കൊന്ന് പോയി നോക്കാം. സൂപ്പർ. നമുക്ക് സൂര്യൻ എവിടെയാണെന്ന് തോന്നുന്നു വരുന്നത്. അവിടെയാണ് ഒന്നും കൂടി കളറായി കിടക്കുന്നത്. നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ബാക്കി നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. കിട്ടിയില്ല ഫ്രെയിം. ഓക്കെ, നമുക്കപ്പം ക്യാമറ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഞാനൊന്ന് പറയുന്ന ഇട്ടു ക്യാമറയിൽ കുറച്ച് മൊത്തം മഞ്ഞേറി കിടക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചെങ്കര വ്യൂ പോയിന്റ്. നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. 360 സ്ഥലം ഒരു ടൈം ലാപ്സ് പോലെ എടുത്തോണ്ടിരിക്കും. ചെങ്കര കുരിശുമല. അപ്പം ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ ആണത്. ഇത് മോർണിംഗിലെ വ്യൂ ആണ്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാം തെളിഞ്ഞ് നമ്മൾ വന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പം വന്ന് എല്ലാം വണ്ടി അവിടെ സെറ്റ് ചെയ്തു. അതും അവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചേക്കുവാണ്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു വ്യൂ. അടിപൊളി വ്യൂ ആണ്.
അപ്പോൾ സൺറൈസ് എനിക്ക് തോന്നുന്നു അവിടെ ആ സൈഡാണെന്ന് തോന്നുന്നത്. കാരണം അവിടെ ഒന്നും കൂടെ ഒന്ന് തെളിഞ്ഞു വന്നേക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഭയങ്കര മഞ്ഞ് കയറി കിടക്കുവാണ്. അവിടെ ആ സൺറൈസ് അവിടെ ആയിരുന്നേ കുറച്ചും കൂടെ ഒന്ന് വൈബായിരുന്നേ എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പോൾ തന്നെ അത്യാവശ്യം നൈസിലാണ് കാണാൻ തന്നെ അടിപൊളിയാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഈ അങ്ങോട്ട് പോയി നോക്കാം. അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മണ്ടയിലേക്ക് പോയിട്ട് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സൺറൈസ് അവിടെയാണ്. കാരണം ആ സൈഡാണ് തെളിഞ്ഞ് നിൽക്കുന്നു. ഇവിടെ അത്ര പോരാ, അങ്ങനെ സൈഡിൽ നിന്നാന്ന് തോന്നുന്നു സൺറൈസ് വരുന്നത്. നമുക്ക് പയ്യെ അങ്ങോട്ട് നടന്നിട്ട് ആ ടവറിൻ്റെ വണ്ടയിൽ കുരിശിൻ്റെ അവിടെ പോയിട്ട് വരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോവാം, അതിൻ്റെ വണ്ടിയിലേക്ക് പോവാം. അപ്പം ഇങ്ങോട്ടൊരു റിസോർട്ടിൻ്റെ ഒരു ഇതാണ്. അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ചും കൂടെ ഒന്ന് നൈസാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നിൽക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു 360 ആംഗിൾ വ്യൂ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അവിടെയാണ് സൂര്യൻ വരാൻ പോകുന്നത്. അപ്പം രാവിലെ ഇതിൻ്റെ വണ്ടേ വന്ന് കയറുവാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ ഒരു റിസോർട്ടിൻ്റെ സാധനങ്ങളാണ് ഇത്. ഇവിടെ കാണുന്നതാണെന്ന് തോന്നുന്നു റിസോർട്ട്. അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. ഓക്കെ, അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. എന്താണ് ഇവിടെ ഫുള്ള് മഞ്ഞ് കയറി അവിടെ സൂര്യൻ വരുന്നു. അപ്പോൾ പയ്യെ മഞ്ഞ് മാറി തുടങ്ങി. അത് കാണുന്നതാണ് സിറ്റി. അതിലാണ് നമ്മൾ വന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു വ്യൂ. മഞ്ഞ് അങ്ങോട്ട് മാറുന്നില്ല, മഞ്ഞ് ചെറുതായിട്ട് മാറി പിന്നെയും കയറി. പിന്നെ വന്നപ്പോൾ നമ്മൾ കുറച്ച് കമ്പനിക്കാരെ കണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം നിന്നും. പ്ലാൻ ചെയ്തില്ല ഞാൻ. അവർ വന്നപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പം ഒരു വയ്യ പോവാണ്. മഞ്ഞ് ഇതുവരെ അങ്ങോട്ട് പോയില്ല. മഞ്ഞ് പോകാൻ വേണ്ടി വെയിറ്റിംഗാണ്. അപ്പം ഇവിടെ നിന്ന് ഇത്ര ഒരു വൈഡായിട്ട് ഇത്ര നമുക്കൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ ഫുള്ള് അവിടെയൊക്കെ മഞ്ഞ് ഇപ്പോഴും പോയിട്ടില്ല. ഇവിടെ ഒന്നും ഇപ്പം തെളിഞ്ഞുള്ളൂ. മുമ്പ് ഒന്ന് തെളിഞ്ഞായിരുന്നു. അപ്പം നമുക്കൊരു ക്ലിപ്പ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും മഞ്ഞ് വന്നു. പിന്നെ ഇവിടെ നിന്നൊക്കെയോ മഞ്ഞ് വന്നു. പിന്നെയും പോയി, പിന്നെയും വന്നു. ഇതിപ്പോൾ ഒരു 4ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഇങ്ങനെ മഞ്ഞ് പോയി നിൽക്കുന്നത്. ഓക്കെ, അപ്പം സൺറൈസ് വരുമ്പോൾ അവിടെ ആയിട്ട് ആ കുരിശിൻ്റെ ബാക്കിലായിട്ടാണ് സൺറൈസ് വരുന്നത്. അത് പക്ഷേ വലിയൊരു കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവിടെ വല്ലതും ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. തന്നെ ഭയങ്കര സിറ്റി ആയിരുന്നു. അപ്പം സിറ്റി ഒന്ന് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങൾ കാര്യങ്ങളൊക്കെ മൊത്തം തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ മൊത്തം തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെ കോട ഇങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഒരു 10 മണിയെങ്കിലും ആവുമായിരിക്കും മിക്കവാറും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് പോയാൽ ഒരു 10-10:30 ആവുമായിരിക്കും. ഇപ്പം തന്നെ സമയം 9 മണി കഴിഞ്ഞു. പക്ഷെ കണ്ടാൽ പറയത്തില്ല 9 മണി ആയെന്ന്. അതുപോലെ കോട ഇങ്ങനെ കിടക്കുവാണ്, പോകുന്നില്ലതേ. അവിടെയൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇനിയും കോട കൂടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ പോകാനും ചാൻസ് ഉണ്ട്.
അപ്പോൾ രാവിലെ തൊട്ടേ കോട ഇങ്ങനെ വന്നും പോയി നിൽക്കുവാണ്. ഞാൻ വന്ന് 6 മണി തൊട്ട് തന്നെ കോട വരും, പിന്നെയും പോകും, പിന്നെയും വരും, പിന്നെയും പോകും, അങ്ങനെ തന്നെ നിൽക്കുവാണ്. ഇപ്പോൾ അവിടെ ഒക്കെ ഏകദേശം ഒന്ന് ക്ലിയറായി, ഇവിടെ ഒന്ന് ക്ലിയറാണ്. ഇവിടെ അതേ ഇടയ്ക്ക് എനിക്ക് കോട ഇങ്ങോട്ട് കയറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഓക്കെ, അപ്പം ഞാനാണ് 360-ൽ 6 മണി തൊട്ട് വെച്ചാണ്. ഇപ്പോൾ സാധനത്തിൻ്റെ ബാറ്ററിയും തീർന്നു. ബാറ്ററി ഫുള്ളായിട്ട് തീർന്നില്ല. ഞാൻ പോകാൻ നേരത്ത് കുറച്ച് വിഷ്വൽ എടുക്കാമെന്നോർത്ത് കുറച്ച് ചാർജ് വെച്ചിട്ടുണ്ട്, ബാക്കി ഫുള്ള് തീർന്നു. രാവിലെ 6 മണി തൊട്ട് 8:30 വരെ വെച്ചു. 8:30 വരെ വെച്ചിട്ടും ഇതങ്ങോട്ട് തെളിയുന്നില്ല. ഞാൻ ഓർത്തു നല്ലൊരു വീഡിയോ എടുക്കാമെന്നോർത്ത് വെച്ചാണ്. പക്ഷേ സംഭവം ഇതുവരെ മഞ്ഞങ്ങോട്ട് പോയില്ല. അതേ ഇപ്പോൾ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ട് പോകുമായിരിക്കും. അപ്പോൾ രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കിടിലൻ വ്യൂ ആണ്, മഞ്ഞുള്ളപ്പം കേട്ടോ. ഇപ്പം എന്നും വന്നാൽ ഇന്നലെയൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വലിയ മഞ്ഞില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വേറൊരു സ്ഥലത്ത് പോയപ്പം അവിടെ മഞ്ഞ് കിട്ടിയില്ല. അപ്പം ഇന്ന് നല്ല മഞ്ഞുണ്ട്. മഞ്ഞ് വരുമ്പോൾ ഇതാണ് കുഴപ്പം, ഇത് പോകത്തില്ല, പോകാൻ ടൈം എടുക്കും. സൗണ്ടൊക്കെ മാറി തോന്നുന്നു, തണുപ്പിടിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ കോട ഇങ്ങോട്ട് വരികയാണ്. ഇനി ടൈം ലാപ്സ് വെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നിനും ചാർജില്ല, അല്ല അതിൻ്റെ ഒരു നൈസർ സാധനം എടുക്കാമായിരുന്നു. കോട പയ്യെ ഇങ്ങോട്ട് വരുവാണ്. ഓക്കെ, അപ്പം മാക്സിമം ഇവിടെ ഒന്നും വേസ്റ്റ് ഒന്നും ഇടാതെ നോക്കുക. എല്ലായിടത്തും മറ്റേ വേസ്റ്റ് ഇടാനായിട്ട് എന്തോ ഒരു കൂടാരം പോലെ എന്തോ സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ റോഡ് സൈഡിലേക്ക്, അപ്പം അതിൻ്റെ അകത്തിടാൻ നോക്കുക. ഓക്കെ, മഞ്ഞിങ്ങോട്ട് കയറി വരുവാണ്. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും മഞ്ഞൊക്കെ പോയി ക്ലിയർ ആയിട്ട് കിടക്കുവാണ്. കുറച്ച് മുന്നേ അങ്ങോട്ട് പോകാനായിട്ട് നിൽപ്പുണ്ട്, അതിൽ പോട്ടെ. ഓക്കെ, അപ്പം ഇതാണ് നേരത്തെ ചെങ്കര സിറ്റി. ഇപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തുള്ള എസ്റ്റേറ്റ് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെങ്കരയിൽ അങ്ങനെ അധികം ആർക്കും അറിയാത്തൊരു സ്ഥലം കൂടെ ഉണ്ട്. നിങ്ങളുണ്ടോ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലം? അവിടെയാണ് നമ്മുടെ എമ്പുരാനെ ലൂസിഫർ ഷൂട്ട് ചെയ്ത ആശ്രമമില്ലേ, ഒരു ആശ്രമം കാണിക്കുന്നുണ്ട് അതിൽ. ആ ആശ്രമം അവിടെയാണ് വരുന്നത്. അതവിടെയാണ് ഷൂട്ട് ചെയ്തത്. അത് ഒരു ബംഗ്ലാവാണ്, എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പുറത്തു നിന്ന് ജസ്റ്റ് സ്ഥലമോടല്ല എന്ന് പറഞ്ഞത് ഉള്ളവരാണെങ്കിൽ അവിടെ കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ആ സ്ഥലം ഇവിടെയാണ് വരുന്നത്. ആ ലൂസിഫറിനകത്ത് ചില ഷൂട്ട് ചെയ്ത ഈ പോകുന്ന വഴികളും കാണുന്ന വഴികളൊക്കെ ചില ഷോട്ട്സിലൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആ സ്ഥലം ഇവിടെയാണ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതിലാണ് നമ്മൾ രാവിലെ വന്ന വഴിയാണ്, ആ കാണുന്നതാണ്. അതിലാണ് നമ്മൾ രാവിലെ വന്നത്. രാവിലെ മഞ്ഞത്തോടെ വന്നത് ആ വഴിയാണ്. ആ വഴി ഇങ്ങനെ കയറി ഈ സിറ്റി വന്നിട്ട് ഇങ്ങനെ ആ വഴി കയറി കറങ്ങിയാണ് വന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ചെങ്കര മൗണ്ടൻ വ്യൂ പോയിൻ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ സ്ഥലം ലൊക്കേഷൻ കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്താൽ ഇങ്ങോട്ട് വരാൻ പറ്റും. ചെങ്കര മൗണ്ടൻ വ്യൂ പോയിൻ്റ് സെർച്ച് ചെയ്താൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ മാക്സിമം വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാതെ നോക്കുക. ഇവിടെ മാക്സിമം ക്ലീൻ ആയിട്ട് തന്നെ നോക്കുക. ഇപ്പോൾ ഇവിടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിലും എന്താണ്, നിങ്ങൾ മാക്സിമം ഇവിടെ ക്ലീൻ ആയിട്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയി കുപ്പിയോ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ തന്നെ കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ ഇപ്പം എന്താണ്, നമ്മളെ ഇവിടെ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടു മറ്റേ സർക്കാരിൻ്റെ എന്തോ വേസ്റ്റ് ഇടുന്നൊരു സാധനം, ഒരു കൂടാരം പോലത്തെ ഒരു സാധനത്തിൽ അതിനകത്ത് വേസ്റ്റ് ഇടുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് കളയുക. ഓക്കെ, ആ ടവറുണ്ട്. ആ ടവറിൻ്റെ മണ്ടയിൽ നിൽക്കുവാണെങ്കിൽ അത്യാവശ്യം അപ്പുറത്തെ സൈഡും ഈ സൈഡും കൂടെ ഒരു 360 ആംഗിൾ ഫുള്ള് കാണാൻ പറ്റും. അപ്പം മണ്ടയിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആംഗിൾ കിട്ടും. ഇവിടെ വരുവാണെങ്കിൽ ഈ ഒരു ആംഗിൾ. പിന്നെ ഇത് വരുന്നത് കുമളി ആ സൈഡാണ്. കുമളി ഇപ്പോൾ ഇവിടുന്ന് കുമളിക്കൊരു 10-15 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ ക്ലീനായിട്ട് തന്നെ നോക്കുക. ഇവിടുന്ന് കുമളിക്കും പോകാം, ആ വഴി കണ്ടോ, ആ വഴി വണ്ടിപ്പെരിയാറും പോകാം. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കട്ടപ്പന ആ സൈഡിലാണ് വരുന്നത്. കട്ടപ്പന ആ സൈഡാണ്, വണ്ടിപ്പെരിയാർ ആ സൈഡും, കുമളി ഈ സൈഡും. ഓക്കെ, അപ്പം എല്ലാം അടുത്തടുത്താണ്. അപ്പം നിങ്ങൾ ഈ സൈഡ് വല്ലതും വരുന്നുണ്ടെങ്കിൽ കട്ടപ്പനയൊക്കെ എന്നാണെങ്കിലും അഞ്ചൂരിൽ ആ സൈഡൊക്കെ പേര് വരുന്നതാണ്. അപ്പം ടൈം എല്ലാം കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ട് വരിക. അത്യാവശ്യം രാവിലെ വരുവാണെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും. പിന്നെ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലായിരിക്കും, അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ വരാൻ നോക്കുക. ഓക്കെ, പിന്നെ ഈവനിങ് വന്നാലും അത്യാവശ്യം
ക്ലൗഡി ആയിട്ട് കിടക്കുവാണെങ്കിൽ ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വയ്യ ഇവിടുന്ന് പോവാം. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കുവാണ്. ഞാൻ ജാക്കറ്റൊക്കെ ആവി എടുത്തിട്ട് ഊരിയിട്ടേക്കുവാണ്. അപ്പം അതെല്ലാം ഒന്ന് എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, നമ്മളിവിടുന്ന് പോവാണ്. അയ്യോ, ഇതിലേക്ക് കയറുക. ഇതിൽ കയറാം. അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇത് അമ്പലത്തിൻ്റെ കുളമാണ്. അപ്പോൾ ഇവിടെ എന്തോ പണിയാണ്. പണ്ട് ഇവിടെ താമരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നൈസായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്തോ പണിയാന്ന് തോന്നുന്നു. അപ്പം വെള്ളമുള്ളപ്പം കാണാൻ നൈസാണ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. നേരെ നമ്മൾ പോവാണ് തിരിച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം ഇപ്പം മഴക്കാലമാണ് എല്ലായിടത്തും, എല്ലാ വളവിലും ഇപ്പം മണലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കാലമ്പായി കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബൈക്കിലൊക്കെ സേഫായിട്ട് റൈഡ് ചെയ്യുക. കോർണേഴ്സ് ഒന്നും ഒത്തിരി എടുക്കാതിരിക്കുക, കാരണം ഇപ്പോൾ വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല. മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ ആയിട്ട് ആ കാലമ്പായിട്ട് കിടക്കുകയാണ് റോഡെല്ലാം. അപ്പോൾ എല്ലാവരും മാക്സിമം സേഫായിട്ട് റൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫ് റൈഡ്. അപ്പോൾ ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺ, ബൈ.